ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ നാടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി, അശനർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ശബ്ദരേഖകൾ, ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. വളരെയേറെ ഗൗരവപരമായിട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. റോഡരികിൽ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിന്നിട്ട് ജനഹൃദയങ്ങളിലേക്ക് ആശയങ്ങളെ എത്തിക്കുന്ന വിധത്തിൽ, ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെയും പാവങ്ങളെയും ഒക്കെ മനസ്സിലാക്കത്തക്ക വിധത്തിൽ അയാളുടെ ശബ്ദം ഇങ്ങനെ വാനലോകത്തോളം ഉയരെ പോവുകയാണ്. ആ ശബ്ദവും ആ വീഡിയോയും നിങ്ങളൊക്കെ അറിയണം. ആർക്ക് വേണ്ടിയാണ്? കേരളക്കാർക്ക് വേണ്ടി, കാസർഗോഡിൻ്റെ ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നൊരു ശബ്ദം. നാം ഓരോരുത്തരും തിരിച്ചറിയണം, അവരെ കൂടെ നിൽക്കണം. ഇത് പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ള ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. പൊതുവികാരത്തിനോടൊപ്പമല്ല ഇവിടുത്തെ ബിജെപി. അവരെന്നും ദുഷിച്ച രാഷ്ട്രീയ വക്കാലത്ത് നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാരായി ചമഞ്ഞ് നടക്കുന്നു എന്നതിനപ്പുറത്ത് അവരൊരിക്കലും ജനവികാരത്തിനോടൊപ്പം നിന്നിട്ടില്ല. ബിജെപിക്കാർ ഈ പരിസര പ്രദേശത്തില്ല. അവർക്കെന്താ? അവര് ടോൾ കൊടുക്കട്ടെ. അവരെ ടോൾ കൊടുത്താതെ കടത്തിവിടുന്ന ഒരു റൂള് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഉണ്ടോ? പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഉണ്ടായേക്കാം. അവരെ മാത്രം പ്രത്യേകം നിങ്ങൾ ബിജെപിക്കാരനാണോ എന്നാ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുന്ന ഒരു രീതി ഇവിടെയുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഒരു സമരത്തിന് വരാത്തെ? പൊതുവികാരത്തിനോടൊപ്പമല്ല ഇവിടുത്തെ ബിജെപി. പൊതുവികാരത്തിനോടൊപ്പമല്ല ഇവിടുത്തെ ബിജെപി. അവരെന്നും ദുഷിച്ച രാഷ്ട്രീയ വക്കാലത്ത് നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാരായി ചമഞ്ഞ് നടക്കുന്നു എന്നതിനപ്പുറത്ത് അവരൊരിക്കലും ജനവികാരത്തിനോടൊപ്പം നിന്നിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ കാണണം, ഈ സമരത്തില് ബിജെപിക്കാർ വേണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾക്കാർക്കില്ല. ഉണ്ടോ? ഇത് പൊതുജനത്തിന്റെ പരിപാടിയാണ്. ഇവിടെ CPM ഉണ്ടല്ലോ, CPM-നെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള നേതാക്കന്മാരുണ്ടല്ലോ. അതുപോലെ തന്നെ PDP അടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഏകദേശം പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ലേ? ബിജെപിക്കാർ മാത്രമില്ല. പൊതുസമൂഹത്തിനോടൊപ്പം നിൽക്കാത്തത് കൊണ്ടാണ് ഈ കൊച്ചു കേരളത്തിൽ നിങ്ങൾ ഒന്നും നേടാതെ പോകുന്നത്. പൊതുവികാരത്തിനോടൊപ്പം നിൽക്കുന്നില്ല. കേവലം വർഗീയത പറഞ്ഞ് മനുഷ്യനെ തെറ്റിക്കുന്ന പരിപാടിയല്ലാതെ പൊതുവികാരത്തിനോടൊപ്പം നിൽക്കാൻ പഠിക്കണം. അതാണ് അന്തസ്, അതാണ് ആത്മാഭിമാനം. AK അഷ്റഫ് എന്ന് പറയുന്നത് കേവലം ഇവിടെയുള്ള ലീഗിന്റെ MLA അല്ല, മറിച്ച് ബിജെപിക്കാര നിങ്ങളെയും കൂടി പ്രതിനിധാനം ചെയ്യുന്ന MLA ആണ് അദ്ദേഹം. രാഷ്ട്രീയം പറഞ്ഞേക്കൂ. ഈ ടോൾ ബൂത്തിന്റെ ഏതെങ്കിലും ഒരയലത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഒരിക്കൽ പോലും വന്നിട്ടില്ല. പ്രിയപ്പെട്ട പോലീസുകാരെ, നിങ്ങൾ കാവൽ നിൽക്കുന്നത് നിയമവിരുദ്ധ പ്രവൃത്തിക്ക് മുമ്പിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കൃത്യമായിട്ട് നിയമപരമായിട്ടുള്ള കാര്യം നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് മുമ്പിൽ നിൽക്കുന്നു. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. നാഷണൽ ഹൈവേ ഫീ റൂൾസ് 8/1, 8/2 2008 ഈ നിയമത്തിനകത്ത് വളരെ ക്ലിയർ ആണ്. 60 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ഒരു ടോൾ ബൂത്തിൽ നിന്ന് മറ്റൊരു ടോൾ ബൂത്തിലേക്ക് ഉണ്ടാവണം. ഇവിടെ ഇല്ല. അപ്പൊ നിങ്ങളൊക്കെ കാവൽ നിൽക്കുന്നത് ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിലാണ്. ഇത് തെറ്റാണ്. ജനങ്ങളെ കൊള്ളയടിക്കുന്ന കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പൊക്കിയിരിക്കുന്ന ഈ ടോളിന് മുമ്പിൽ നിങ്ങൾ കാവൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുന്നു എന്ന് ഞങ്ങൾ തുറന്നടിച്ചു പറയും. അതാണ് അതിന്റെ ശരി. കാരണം ജനങ്ങൾ, ഈ വഴി പോകുന്ന ജനങ്ങള് 2 ടോളിലും പൈസ കൊടുത്തു പോകേണ്ട അവസ്ഥ. ദയനീയമായിട്ടുള്ള ഒരു കൊള്ള പരസ്യമായിട്ട് കാണുന്നു. MLA അടക്കം വരുന്ന ആളുകളെ അറസ്റ്റ് ചെയ്തു നീക്കുന്നു, വേട്ടയാടുന്നു. പ്രവർത്തകരെ തല്ലാൻ വരെ പോലീസുകാർ വരുന്ന ദയനീയമായിട്ടുള്ള കാഴ്ച. ഇത് തോന്നിവാസമാണ്. ഈ തോന്നിവാസം നിങ്ങൾക്ക് അനുഭവിക്കുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കൂ. പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, ജില്ലാ കളക്ടർ അടങ്ങുന്ന ജില്ലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കേവലം AK അഷ്റഫിനോ അതല്ലെങ്കിൽ ഖാദർ കരിപ്പൊടിക്കോ അതല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന ലീഗിന്റെയോ കോൺഗ്രസ് പാർട്ടിയുടെയോ CPM-ന്റെയോ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കോ വേണ്ടിയിട്ടുള്ള ഒരു സമരമല്ല. നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്, ഒരു വിപ്ലവമാണ് ഇവിടെ നടക്കുന്നുള്ളത്. ഈ വിപ്ലവത്തിന് നിങ്ങളും കൂടെ നിൽക്കുകയാണ് വേണ്ടത്. എന്നാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ സമരത്തെ വേട്ടയാടുന്ന നീക്കം കാണിക്കുന്നു. ഒരു MLA, ആ MLA വലിച്ചു കൊണ്ടുപോകുന്ന ദയനീയമായ അവസ്ഥ കാണുന്നു. ഇതെന്ത് തോന്നിവാസമാണ്? ഈ തോന്നിവാസത്തെ ചോദ്യം ചെയ്യാൻ നല്ല നട്ടലുള്ള തണ്ടുള്ള ആൺകുട്ടികൾ ഈ മണ്ണിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹത്തിന് പിന്നിൽ രാഷ്ട്രീയം മറന്ന് കാസർഗോഡിന്റെയും മഞ്ചേശ്വരത്തിന്റെയും പൊതുവികാരം മുന്നിൽ നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ ആയിരങ്ങൾ അണിനിരക്കും. അതിലൊരു സംശയവും വേണ്ട. അതിലാർക്കും ഒരു സംശയം വേണ്ട.
ആ സമരം ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും കുഴിച്ചു മൂടാമെന്നുള്ള ധാരണയുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലങ്ങ് വെച്ചോളൂ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പിന്നിലുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, പൊതുജനമാണ്. പൊതുജനത്തെ തോൽപ്പിച്ച് ഇവിടെ ഒരു കോർപ്പറേറ്റ് ഭീമനും വാഴാമെന്ന് മനസ്സിൽ പോലും സ്വപ്നം വേണ്ട. അങ്ങനെ ഒരു തോന്നലേ വേണ്ട. എന്തൊരു ധിക്കാരമാണ് നടത്തുന്നത്. ഈ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇവിടെ ടോൾ വെക്കുന്നത്. അവരുടെ തന്നെ റൂളിന് വിരുദ്ധമാണിത്. അവരുടെ തന്നെ റൂളിന് വിരുദ്ധമായ ഒരു ടോൾ വെക്കുന്നു. അതിന് പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായം ചോദിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ വരുന്നു. ബലമായിട്ട് ഇവിടെ വരുന്ന വാഹനങ്ങളിൽ ടോൾ പിരിവ് നടത്തുക. എന്താണ് തോന്നിവാസം? ജനങ്ങളുടെ പൊതുവികാരത്തിനോടൊപ്പം നിൽക്കാതെ തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ടുള്ള മറുപടി തരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കന്മാരെയും പ്രവർത്തകരെയും നമുക്ക് കാണാം. പക്ഷെ ബിജെപിക്കാരിൽ പൊതുജനം മനസ്സിലാക്കണം, ഇത് കൊള്ളയാണ് നടക്കുന്നത്. ആ കൊള്ളക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥ ലോബികൾ കൂട്ടുനിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ, നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. നിങ്ങൾ ചിലപ്പോൾ നിസ്സഹായരായിരിക്കാം. പക്ഷേ നിങ്ങൾ കാവൽ നിൽക്കുന്ന നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈ ടോൾ ബൂത്തിന് നിയമപ്രകാരം യാതൊരു സാധുതയുമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. കോർപ്പറേറ്റ് മുതലാളിമാരുടെ പിന്തുണയെടുത്തുകൊണ്ട് അവരുടെ കൃത്യമായിട്ടുള്ള അഭിഭാഷക പിന്തുണ കൊണ്ട് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കേസ് പൊതുജന വികാരത്തെ മുന്നിൽ നിർത്തിയിട്ട് കോടതി കാണണം. ബഹുമാനപ്പെട്ട കോടതി കാണണം. കാരണം നിയമത്തിനു മുകളിലാണ് നീതി, അല്ലെ? നിയമത്തിന് മുകളിലാണ് നീതി. പക്ഷേ ഇവിടെ നിയമവും നമുക്ക് അനുകൂലമാണ്. എന്നിട്ടും ഈ തോന്നിവാസം കാണുമ്പോൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്.